അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നോമ്പിൻ്റെ 12ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം അള്ളാഹു, നമ്മുടെ തറാവീഹ്, നമ്മുടെ മറ്റ് ഇബാദത്തുകൾ, ഖുർആൻ എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവൻ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ സാധുക്കളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തിൻ്റെ 10-ൽ നിരന്തരമായി അള്ളാഹുവിനോട് ഞാനും നിങ്ങളും കരഞ്ഞുകൊണ്ട് റബ്ബിനോട് മഗ്ഫിറത്ത് തേടൽ അനിവാര്യമാണ്. എണ്ണിയാൽ തീരാത്ത തെറ്റുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖതാഈന, ഈ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്തമരും ആരാണ്? അത്തവ്വാബൂന, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റിൻ്റെ ഭാണ്ഡവും പേറി നടക്കുന്ന മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തേണ്ട ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം എപ്പോഴും. അള്ളാഹുവേ, എൻ്റെ സർവ്വ പാപങ്ങളും എനിക്കിനി വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അള്ളാഹ് എന്ന് കരഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങണം. എൻ്റെ പ്രിയമുള്ളവരെ, എത്രയോ തെറ്റുകളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്. അറിയാതെയും അറിഞ്ഞുകൊണ്ടും രഹസ്യമായും പരസ്യമായും ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് കണക്ക് വെച്ചാൽ, എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ്റെ ഒരായത്ത് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷിപ്പിക്കുന്ന ആയത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദി, എൻ്റെ അടിമകളോട്, അല്ലദീന, എങ്ങനത്തെ എൻ്റെ അടിമകളാണ്, അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിൻ്റെ മേൽ അമിതം കാണിച്ചിരിക്കുന്ന, അമിതമായ തെറ്റുകൾ സംഭവിച്ചു പോയ എൻ്റെ അടിമകളോട് നബിയെ തങ്ങൾ പറയണം, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ, എൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്, നിങ്ങൾ നിരാശരാവരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഈ ആയത്ത് നമ്മൾ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരായത്താണ് എൻ്റെ പ്രിയമുള്ളവരെ. എത്ര പാപങ്ങളാണെങ്കിലും അതെല്ലാം പുറത്തു കൊടുക്കാൻ, അതെല്ലാം പുറത്തു തരാൻ തയ്യാറുള്ള യജമാനനായ ഒരു റബ്ബിനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അള്ളാഹു പുറത്തു തരുമെന്നും, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഗഫൂറുർ റഹീം, കരുണ ചെയ്യുന്നവനും പുറത്തു തരുന്നവനുമാണ്. അസ്മാഉൽ ഹുസ്നയിൽ കാണുന്ന ഗഫൂർ എന്നുള്ള ദിക്ർ നമ്മൾ അധികരിപ്പിക്കണം. ആ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനായ യജമാനനായ ഒരു റബ്ബാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരായ തത്വജ്ഞാനികളായ പണ്ഡിതന്മാർ, മഹാന്മാർ പറയുന്ന ഒരു 4 കാര്യങ്ങൾ, മൻ റസഖ അർബഅ, ഒരു മനുഷ്യന് 4 കാര്യങ്ങൾ നൽകപ്പെട്ടാൽ ലം യുഹ്രിം അർബഅ, അവന് 4 കാര്യങ്ങൾ തടയപ്പെടൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേതായി പറയുന്നത്, മൻ റസഖൽ ഇസ്തിഗ്ഫാറ, ഒരാൾക്ക് പാപം പൊറുപ്പിക്കാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാനും അതുമായിട്ട് സമയം ചെലവഴിക്കാനും ഒരാൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചാൽ ലം യുഹ്രിമിൽ മഗ്ഫിറ,
അവന് പാപം പൊറുപ്പിക്കലിന് തടയപ്പെടൂല. അവൻ്റെ പാപം പൊറുപ്പിക്കാതെ അള്ളാഹു അവനെ മാറ്റി നിർത്തൂല. അവൻ്റെ പാപം പൊറുപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. ഇന്നലത്തെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, മഗ്ഫിറത്തിൻ്റെ 10ൻ്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിരന്തരമായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ച് പാപം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. 2 മൻ റസഖ ശുക്ര, ഒരാൾക്ക് ശുക്ർ ചെയ്യാൻ, നന്ദിയുള്ള ശുക്ർ ചെയ്യാനുള്ള ഒരു സമയവും ഒരവസരവും അള്ളാഹു നമുക്ക് നൽകിയാൽ ലം യുഹ്രിമി സിയാദ, അവന് ധാരാളം അള്ളാഹു കൊടുക്കും, അതിന് തടയപ്പെടൂല. അതിനാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാണെങ്കിൽ ലഅസീദന്നക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ധാരാളം വർദ്ധിപ്പിച്ചു തരും എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിരന്തരം അള്ളാഹുവിനോട് നന്ദിയുള്ള ശുക്ർ ചെയ്യുന്ന, അവൻ്റെ അവയവങ്ങളെ കൊണ്ടും അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ സർവ്വ അവയവങ്ങളെ കൊണ്ടും ഹൃദയം കൊണ്ടും നന്ദിയുള്ള ഒരു അടിമയെ നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹിൻ്റെ ഹബീബ് പാതിരാവിൻ്റെ നിശബ്ദതയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ കാലുകളിങ്ങനെ നീര് കെട്ടി വീർത്തപ്പോൾ മഹദിയാകുന്ന തൻ്റെ സഹധർമ്മിണിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മുൻകഴിഞ്ഞതും വരാനിരിക്കുന്ന സർവ്വ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ നബിയെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രക്കും ക്ലേശം സഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി അഫല അകൂന അബദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്ന് അള്ളാഹിൻ്റെ റസൂല് മറുപടി കൊടുത്തു പോയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നന്ദിയുള്ള ഒരടിമയായി നമുക്ക് മാറാൻ സാധിക്കണം. അതിനുള്ള സമയവും അവസരവുമാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമളാൻ. ഈ മഗ്ഫിറത്തിൻ്റെ 10 മഹാന്മാർ പറയുന്ന 3ാമത്തെ കാര്യം, മൻ റസഖ തൗബ, ഒരാൾക്ക് തൗബ ചെയ്യാനുള്ള ഒരു സമയവും അവസരവും ലഭിച്ചാൽ ലം യുഹ്രിമിൽ ഖബൂൽ, ഖബൂലിനെ അള്ളാഹു തടയൂല, സ്വീകാര്യതയെ അള്ളാഹു തടഞ്ഞു വെക്കൂല. തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിനാണ് വിശുദ്ധമായ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ, സർവ്വ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണമെന്ന ഖുർആൻ്റെ ആഹ്വാനം എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, 4ാമതായി മഹാന്മാർ പറയുന്നു, മൻ റസഖ ദുആ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഒരു സമയവും ഒരവസരവും നമുക്ക് ലഭിച്ചാൽ ലം യുഹ്രിമിൽ ഇജാബ, അവന് ഇജാബത്തിനെ തടയപ്പെടൂല എന്ന് നബി മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ നടത്താനും തൗബ ചെയ്യാനും ശുക്ർ ചെയ്ത് നന്ദിയുള്ള അടിമയായി മാറാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള സമയവും അവസരവുമാണ്. ഈ മഗ്ഫിറത്തിൻ്റെ 10 കരഞ്ഞ് ഇലാഹായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സർവ്വ പാപങ്ങളിൽ നിന്നും പുറത്ത് പാപരഹിതമായ ഒരു ജീവിതം നയിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയായി മാറാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.